ഓക്കെ. നമ്മൾ ഇന്നലെ പറഞ്ഞത് എന്താണ് ഈ സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ടെക്നിക്കിൻ്റെ റിക്വയർമെൻറ്റ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നലെ ജസ്റ്റ് മനസ്സിലാക്കിയത്. എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മൾ പ്രോപ്പർലി സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ ഹാപ്പൻ ചെയ്യുക എന്നുള്ള കാര്യങ്ങളിലൂടെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പോയത്. ഓക്കെ. അപ്പോൾ നമുക്ക് അതിനുള്ള ആ ഒരു സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് ലാൻഡ്സ്കേപ്പ് എന്താണെന്ന് നമ്മൾ നോക്കിയിരുന്നു. ഏതൊക്കെ ഡിഫറെൻറ്റ് സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് ടെക്നിക്സ് നമുക്ക് അവൈലബിൾ ആണ്. ആൻഡ് സ്റ്റാർട്ടിങ് ഫ്രം ദ ബേസിക് സെറ്റ് സ്റ്റേറ്റ് മുതൽ അങ്ങോട്ട് നമുക്ക് ഡിഫറെൻറ്റ് സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് ടെക്നിക്സ് അവൈലബിൾ ആണ്. പ്രൊവൈഡർ ഉണ്ട്, ദെൻ നമുക്ക് റിവർ പോഡീസ് അവൈലബിൾ ആണ്, ബ്ലോക്ക് അവൈലബിൾ ആണ്, റെഡെക്സ് അവൈലബിൾ ആണ്, ദെൻ അങ്ങനത്തെ ഡിഫറെൻറ്റ് സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് ടെക്നിക്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ നമ്മൾ എസ്പെഷ്യലി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് ബ്ലോക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് ടെക്നിക്കിലാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ കോഡ് എഴുതുന്നതിന് മുമ്പേ നമുക്ക് എന്താണ് ആക്ച്വലി ബ്ലോക്ക് എന്നുള്ള കാര്യം നമുക്കൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് നല്ലതാണ്. ബ്ലോക്ക് എന്നാണ് നമ്മൾ എഴുതാറ്. ജസ്റ്റ് ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ. ഓക്കെ. ആൻഡ് നമുക്കിവിടെ വി ആക്ച്വലി റൈറ്റ് സംതിങ് ലൈക്ക് ദിസ്. നമ്മൾ ഇങ്ങനെയാണ് എഴുതാറ്, ബ്ലോക്ക്, ആൻഡ് ദിസ് സി ഈസ് ആക്ച്വലി ക്യാപിറ്റൽ. ഓക്കെ. ആൻഡ് ദിസ് ഈസ് ഹൗ യു റൈറ്റ് ബ്ലോക്ക്. ആൻഡ് ബ്ലോക്ക് സ്റ്റാൻഡ്സ് ഫോർ ആക്ച്വലി ബിസിനസ് ലോജിക് കമ്പോണൻറ്റ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്ലോക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ആ നെയിം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ബിസിനസ് ലോജിക് കമ്പോണൻറ്റ്. ആൻഡ് ദിസ് ഈസ് വാട്ട് ആക്ച്വലി ബ്ലോക്ക് മീൻസ്. ഓക്കെ. ദെൻ ഇതിൽ നമ്മളിതിനൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ് ആക്ച്വലി ഇത് എന്തായിരിക്കും ബേസിക്കലി ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് ബിസിനസ് ലോജിക് എന്ന് പറയുന്നത് ഇതിൽ ഈ പറയുന്ന ഇതിനകത്ത് ബിസിനസ് ലോജിക് എന്ന് പറയുന്നത് ആക്ച്വലി എന്തായിരിക്കും, അതായത് നമ്മൾ എഴുതുന്ന ദ റൂൾസ് ആൻഡ് ഓപ്പറേഷൻസ് ഓഫ് യുവർ ആപ്പാണ് ആക്ച്വലി എന്ത് ബിസിനസ് ലോജിക് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വാട്ട് ഹാപ്പൻസ് വെൻ എ യൂസർ ടാപ്സ് ഓൺ എ ബട്ടൺ. അതായത് ഒരു യൂസർ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എന്ത് സംഭവിക്കണം, വാട്ട് ഈസ് എ കോൺസിക്വൻസ് ഓഫ് ദാറ്റ് ഈവൻറ്റ് എന്നുള്ളതാണ് ആക്ച്വലി എന്ത് നമ്മളുടെ ബിസിനസ് ലോജിക് എന്ന് പറയുന്നത്. ആൻഡ് കമ്പോണൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇതിനകത്തുള്ള ദിസ് തിങ്, കമ്പോണൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എ സെപ്പറേറ്റ് റീയൂസബിൾ പീസ് ഓഫ് കോഡിനെയാണ് എന്ത് നമ്മൾ ആക്ച്വലി സെപ്പറേറ്റ് റീയൂസബിൾ പീസ് ഓഫ് കോഡാണ് ആക്ച്വലി എന്ത് പീസ് ഓഫ് കോഡാണ് ആക്ച്വലി എന്ത് കമ്പോണൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബിസിനസ് ലോജിക് കമ്പോണൻറ്റ് എന്നത് എന്ത് പ്രോബ്ലം ആയിരിക്കും ആക്ച്വലി സോൾവ് ചെയ്യാവുന്നത്. ആൻഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ സ്റ്റേറ്റ് ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് ട്രാപ്പ് ചെയ്ത് കിടക്കണം, അല്ലെങ്കിൽ സ്റ്റേറ്റ് ട്രാപ്ഡ് ഇൻസൈഡ് സം വിഡ്ജറ്റ്സ്, ഓർ ബിസിനസ് ലോജിക് ഇസ് മിക്സഡ് വിത്ത് യു ഐ, or it is hard to test, and obviously the prop drilling problems. ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്ത് ഈ കോണ്ടെക്സ്റ്റിലേക്കാണ് ആക്ച്വലി എന്ത് ഈ ബ്ലോക്ക് പോലത്തെ സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് ടെക്നിക്കുകൾ വരുന്നത്. അപ്പോൾ ബ്ലോക്ക് ഇവിടെ സോൾവ് ചെയ്യുന്നത് ആക്ച്വലി എന്തായിരിക്കും സോൾവ് ചെയ്യുന്നത്, ഈ പ്രശ്നങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ബ്ലോക്ക് സോൾവ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് മീൻസ് ബ്ലോക്ക് സെപ്പറേറ്റ്സ് യുവർ ബിസിനസ് ലോജിക് ഫ്രം യുവർ യു ഐ, ദെൻ സെൻട്രലൈസിങ് ദ സ്റ്റേറ്റ് മാനേജ്മെൻറ്റ്, ആൻഡ് ഇറ്റ് മേക്സ് യുവർ കോഡ് ടെസ്റ്റബിൾ, ആൻഡ് ഇറ്റ് വിൽ ഗിവ് യു എ പ്രോപ്പർ ക്ലിയർ ഡാറ്റ ഫ്ലോ എന്ത് ചെയ്യും ബ്ലോക്ക് നമുക്ക്, അല്ലെങ്കിൽ ബ്ലോക്ക് പോലത്തെ ടെക്നിക്കുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇതായിരിക്കും ബേസിക്കലി നമ്മൾ എന്തുകൊണ്ട് അച്ചീവ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ കാര്യങ്ങളാണ്. അതായത് ഈ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വി ആർ ആക്ച്വലി അച്ചീവിങ്. ആൻഡ് സെപ്പറേറ്റിംഗ് ബിസിനസ് ലോജിക് ഫ്രം യു ഐ, centralizing state management, and making the code testable, and providing you clear data flow. And this is what ബ്ലോക്ക് ഈസ് ട്രൈങ് ടു സോൾവ്. ഓക്കെ. സോ ഇനി നമ്മൾ ബ്ലോക്കിലെ ഒരു ഫിലോസഫി, അല്ലെങ്കിൽ ബ്ലോക്കിൻ്റെ ഫിലോസഫി എന്ന് പറയുന്നത്, ബ്ലോക്ക് എന്ന് പറയുന്നത് ആക്ച്വലി ആൻഡ് ദ ഫിലോസഫി ഈസ് ആക്ച്വലി ദ യു ഐ ഷുഡ് ബി ഡംപ്, ആൻഡ് ഇറ്റ് ഓൺലി ഡസ് ടു തിങ്സ്. ആൻഡ് യു ഐ എന്ന് പറയുന്നത് അതെന്തായിരിക്കും, ഇറ്റ് ഈസ് ഡംപ്. ദാറ്റ് മീൻസ് അത് രണ്ട് കാര്യങ്ങളാണ് ബേസിക്കലി യു ഐ ചെയ്യുന്നത്. യു ഐ ഈസ് ആക്ച്വലി മെൻ ഫോർ send events to the block and react to state from the block. ഇതായിരിക്കും എന്ത് ഈ ബ്ലോക്കിൻ്റെ ഒരു ഫിലോസഫി എന്ന് പറയുന്നത്. ആൻഡ് ഐ വിൽ റൈറ്റ് ഹിയർ. ഓക്കെ. ആൻഡ് ദിസ് ഈസ് എ ഫിലോസഫി ഓഫ് ബ്ലോക്ക് ആക്ച്വലി. ആൻഡ് ദ യു ഐ ഷുഡ് ബി ഡംപ്, ആൻഡ് ഇറ്റ് ഓൺലി ഡസ് ടു തിങ്സ്. വൺ,
ഇറ്റ് സെൻഡ്സ് ഈവൻ ടു ദ ബ്ലോക്ക്. ദാറ്റ് മീൻസ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ യൂസർ ടാപ്ഡ് സംവർ ഓർ ടാപ്പ് സം ബട്ടൺ ആൻഡ് അപ്പോൾ നമുക്ക് അതിനൊരു കോൺസിക്വൻസ് വേണം. ആൻഡ് വി ഓൾറെഡി ലേൺ ദാറ്റ് ബ്ലോക്ക് എന്ത് ചെയ്യും, നമ്മളെ ലോജിക്കിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ലോജിക് പാർട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഈവൻറ്റ് ട്രിഗർ ചെയ്യുന്നത്. ദെൻ ആ ലോജിക് പാർട്ട് ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു സെറ്റ് ഓഫ് കോഡ് അവിടെ എക്സിക്യൂട്ട് ആവുന്നുണ്ടാവും. ആ കോഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി നിങ്ങളുടെ സ്റ്റേറ്റ് ചേഞ്ച് ആവുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ബ്ലോക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ബ്ലോക്ക് ആ സ്റ്റേറ്റ് എമിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ആൻഡ് അപ്പോൾ എന്ത് ചെയ്യും, ആ സ്റ്റേറ്റ് ആയിരിക്കും ആര് ലിസൺ ചെയ്യുന്നത്, നമ്മളുടെ UI എന്ത് ചെയ്യുന്നത്, ലിസൺ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് റിയാക്ട് ടു ദ സ്റ്റേറ്റ്സ് ഫ്രം ദ ബ്ലോക്ക്. ആൻഡ് അപ്പോൾ എന്ത് ചെയ്യും, ഷോ വാട്ട് ബ്ലോക്ക് ടെൽസ് ഇറ്റ്. ആൻഡ് എന്താണോ ബ്ലോക്ക് അവിടുന്ന് എമിറ്റ് ചെയ്തത് അതായിരിക്കും എന്ത് ചെയ്യുന്നത്, UI ഷോ ചെയ്യുന്നത്. ഇതാണ് ആക്ച്വലി ബ്ലോക്കിൻ്റെ ഒരു ഫിലോസഫി എന്ന് പറയുന്നത്. ആൻഡ് ഇതിനകത്ത് UI ഷുഡ് നെവർ കണ്ടെയ്ൻ ബിസിനസ് ലോജിക് ആൻഡ് മേക്ക് ഡിസിഷൻ അബൌട്ട് വാട്ട് ടു ഷോ, know how things work internally. And UI don't know how things are working internally. അല്ലെങ്കിൽ ഈ ബട്ടൺ ടാപ്പ് ചെയ്തപ്പോൾ എന്താണ് ആക്ച്വലി സംഭവിച്ചതെന്നുള്ള കാര്യം ആർക്കും അറിയണ്ടായിരിക്കില്ല, UIക്ക് അറിയണ്ടായിരിക്കില്ല. ദാറ്റ്സ് വൈ വി കോൾ ഇറ്റ് ആസ് ഡംപ്. Okay, and UIs make decisions about what to show, and UI doesn't make any decision its own, and it is actually following this thing. എന്താണോ ബ്ലോക്ക് പറയുന്നത് അതിനെയായിരിക്കും എന്ത് ചെയ്യുന്നത്, UI ഫോളോ ചെയ്യുന്നത്. ആൻഡ് UI doesn't contain business logic, and business logic is actually inside your block. ഓക്കെ, ആൻഡ് ഇതാണ് ബ്ലോക്കിൻ്റെ വർക്കിംഗ് ഫിലോസഫി എന്ന് പറയുന്നത്. ഇനി ബ്ലോക്കിൻ്റെ ഒരു ഫ്ലോ എന്ന് പറയുന്നത്, ആൻഡ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു ഫ്ലോ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് ഇതെങ്ങനെയായിരിക്കും ഈ ബ്ലോക്ക് ഫ്ലോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. Okay, and this is how your block flow, and I hope you can see this. Okay, block flow, and UI endu parayunnu maybe a button, a text or whatever it is, oru widget aayirkum. Then user adil endu cheyyunnundaykum, user oru action trigger cheyyunu, tap cheyidu. appo actually endayirkum, it is actually sent an event to the block, and block is actually processing that event. Then block is emitting a new state, and that state is actually flowing to the UI, and then in the UI rebuilds with that new state. And this is what happens in your block architecture. ബ്ലോക്കിനകത്ത് അല്ലെങ്കിൽ ഹാപ്പൻ ചെയ്യുന്നത് ഇതാണ് എന്ത് ചെയ്യുന്നത്, ഹാപ്പൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഈസിലി ലേൺ ദിസ് ബ്ലോക്ക് ആർക്കിടെക്ചർ. യൂസർ ആക്ഷൻ ഈസ് ഓൺലി ഹാപ്പനിങ് ഫ്രം, ഈസ് ദ തിങ് ഓൺലി ഹാപ്പനിങ് ഫ്രം യുവർ UI side. Then you are sending an event to the block, and block is processing it, and block is emitting a new state. Then that state is actually received by the UI. ആരാണോ അത് ട്രിഗർ ചെയ്തത് ആളെന്ത് ചെയ്യും, ആ സ്റ്റേറ്റ് റിസീവ് ചെയ്യുന്നുണ്ടായിരിക്കും. ദെൻ അതനുസരിച്ച് എന്ത് ചെയ്യും, ആ വിഡ്ജറ്റിനെ റീബിൽഡ് ചെയ്യായിരിക്കും എന്ത് ചെയ്യുന്നത്, UI ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും ബേസിക്കലി നമുക്ക് അച്ചീവ് ചെയ്യേണ്ട കാര്യം. ഓക്കെ, ലെറ്റ് മീ റിമൂവ് ദിസ് തിങ്. ദെൻ ഇനി ബ്ലോക്കിനകത്ത് അല്ലെങ്കിൽ നമ്മൾ ബ്ലോക്കിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ സാധാരണ പറയാറുള്ളതാണ് എന്ത്, ക്യൂബിറ്റ് എന്ന് പറയുന്ന ആൾ, ക്യൂബിറ്റ്. ഓക്കെ, ആൻഡ് ബ്ലോക്കും ക്യൂബിറ്റും, ആൻഡ് വിച്ച് വൺ ടു യൂസ് എന്നുള്ള ചോദ്യം ഉണ്ടായിരിക്കും. ഓക്കെ, ഏതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഏതാണ് ഉപയോഗിക്കേണ്ടത്? അപ്പോൾ അതിൽ ക്യൂബിറ്റ് ഈസ് ആക്ച്വലി എന്തായിരിക്കും, ഫ്ലട്ടർ ബ്ലോക്ക് എന്ന് പറയുന്ന, ഇറ്റ്സ് ആക്ച്വലി ഫ്ലട്ടർ. ഓക്കെ, ഫ്ലട്ടർ അണ്ടർസ്കോർ ബ്ലോക്ക്. ദിസ് ഇസ് എ പാക്കേജ് വി ആർ ആഡിങ് ഇൻ ദ ഡിപ്പെൻഡൻസി ഫോർ എന്തിനു വേണ്ടി, ബ്ലോക്ക് കാപ്പബിലിറ്റി കിട്ടാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന പാക്കേജാണ് ആക്ച്വലി എന്ത്, ഫ്ലട്ടർ ബ്ലോക്ക് എന്നുള്ള പാക്കേജ്. അപ്പോൾ ഇത് ആക്ച്വലി 2 ഓപ്ഷൻസ് നമുക്ക് തരുന്നുണ്ട്. അതിൽ ഒരു ഓപ്ഷനാണ് എന്ത്, ക്യൂബിറ്റ് എന്നുള്ള ഓപ്ഷൻ, വേറൊന്നാണ് ബ്ലോക്ക് എന്നുള്ള ഓപ്ഷൻ. ആൻഡ് ദിസ് ഇസ് ക്യൂബിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനും എന്തുണ്ട്, ദെൻ ഒബ്വിയസ്ലി നമ്മളുടെ ബ്ലോക്ക് എന്ന് പറയുന്ന ഓപ്ഷനും ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന പാക്കേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്യൂബിറ്റ് ഈസ് മച്ച് സിംപ്ലർ. അതായത് ക്യൂബിറ്റിനകത്ത് ക്യൂബിറ്റ് വെച്ച് നിങ്ങൾക്ക് സ്റ്റേറ്റ് മാനേജ് ചെയ്യാം. ഇറ്റ് ഈസ് മച്ച് സിംപ്ലർ. ആൻഡ് ക്യൂബിറ്റിൻ്റെ വർക്ക് ഫ്ലോ എന്ന് പറയുന്നത്, ആൻഡ് ഇറ്റ് ഈസ് ലൈക്ക് ദിസ് തിങ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദർ ഈസ് UI എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ആൻഡ് UI ഈസ് ആക്ച്വലി കോൾസ് എ മെത്തേഡിനെയാണ് കോൾ ചെയ്യുന്നത്. ദെൻ ക്യൂബിറ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ലോജിക് ഹാൻഡിൽ ചെയ്യുന്നത്. ദെൻ ദാറ്റ് ക്യൂബിറ്റ് ഈസ് എമിറ്റ്സ് ദ സ്റ്റേറ്റ്. ക്യൂബിറ്റാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റേറ്റ് എമിറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ബാക്ക് ടു ദ UI. ഇതാണ് എന്ത്, ക്യൂബിറ്റിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ
നമ്മൾ എഴുതുന്ന നമ്മൾ ഇന്നലെയൊക്കെ എഴുതിയ കൗണ്ടർ ആപ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, ഒരു ബട്ടൺ ടാപ്പ് ഉണ്ട്. ദാറ്റ് മീൻസ് നമ്മൾ എന്തായിരിക്കും ചെയ്യുക, നമ്മളൊരു ഇൻക്രിമെൻറ്റ് മെത്തേഡിനെയാണ് അവിടെ കോൾ ചെയ്യുന്നത് വിചാരിക്കുക. ഇൻക്രിമെൻറ്റ്, ഇതാണ് നമ്മളുടെ മെത്തേഡ്, ഇൻക്രിമെൻറ്റ് മെത്തേഡ്. ആൻഡ് അത് വെച്ചിട്ട് എന്ത് ചെയ്യും, ക്യൂബിറ്റ് എന്ത് ചെയ്യും, പുതിയ കൗണ്ട് വാല്യൂ എന്ത് ചെയ്യും, എമിറ്റ് ചെയ്യും. ദെൻ യു ഐ എന്ത് ചെയ്യും, യു ഐ ഈസ് ആക്ച്വലി ഈ ഷോയിങ് ദാറ്റ് വാല്യൂ. ഓക്കെ. ആൻഡ് ഈ പറയുന്ന ലോജിക്ക് കിടക്കുന്ന എവിടെ ആയിരിക്കും, നമ്മളുടെ ക്യൂബിറ്റ് ക്ലാസ്സിനകത്തായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ലോജിക്കെല്ലാം ഹാപ്പൻ ചെയ്യുന്നത്. ആൻഡ് യു ഐ ഈസ് ആക്ച്വലി കോളിങ് ദാറ്റ് മെത്തേഡ്. ആ മെത്തേഡിനെയാണ് എന്ത് ചെയ്യുന്നത്, കോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തില്ല, ഈവൻറ്റ് എന്ന് പറയുന്ന കാര്യമില്ല. ഈവൻറ്റ് ഈസ് ആക്ച്വലി ടെർമിനോളജി ഇൻസൈഡ് യുവർ ബ്ലോക്ക്. ദെൻ ക്യൂബിറ്റ് എന്തായിരിക്കും, ഇൻസ്റ്റെഡ് ഓഫ് ഈവൻറ്റ്സ് ക്യൂബിറ്റ് യൂസ് ചെയ്യുന്നത് മെത്തേഡ്സ് ആയിരിക്കും. ദെൻ ഇതിൽ നമ്പർ ഓഫ് കോഡ്സ് നമ്മൾ എഴുതുന്നത്, അതായത് നമ്മൾ എഴുതേണ്ട കോഡ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഫയൽസിൻ്റെ കൗണ്ട് നോക്കുമ്പോൾ ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ദെൻ സിമ്പിളർ ടു അണ്ടർസ്റ്റാൻഡ് ആണ്. ആൻഡ് സിമ്പിൾ ഫീച്ചേഴ്സൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ക്യൂബിറ്റ് ഇസ് ഇനഫ്. ഓക്കെ. ആൻഡ് ഇൻ ദ അതർ ഹാൻഡ് നമ്മൾ ബ്ലോക്ക് ആകുമ്പോൾ ഒന്നുകൂടി പവർഫുൾ ആണ്. ആൻഡ് ഇതേ കാര്യം നമ്മൾ ബ്ലോക്ക് വെച്ചാണ് നമ്മൾ അച്ചീവ് ചെയ്യാൻ നോക്കുന്നതെങ്കിൽ, ആൻഡ് യു ഹാവ് ടു സെയിം തിങ്, യു ഐ ലൈക്ക് ദിസ്. ദെൻ എന്തായിരിക്കും, യു ഐ ആഡ്സ് ആൻ ഈവൻറ്റ്, ഒരു ഈവൻറ്റ് ആഡ് ചെയ്യും. ദെൻ എന്തായിരിക്കും, ബ്ലോക്ക്, ദെൻ എന്ത് ചെയ്യും, എമിറ്റ്സ് സ്റ്റേറ്റ്, ദെൻ ബാക്ക് ടു ദ യു ഐ. ഇതാണ് ഹാപ്പൻ ചെയ്യുന്നത്. ഇവിടെ എന്തായിരിക്കും, ഈവൻറ്റ്സ് ആയിരിക്കും ഇൻസ്റ്റെഡ് ഓഫ് മെത്തേഡ്. മോർ കോഡ് നമ്മൾ എഴുതേണ്ടി വരും. ബെറ്റർ ട്രേസബിലിറ്റി ആണ്. ദെൻ ഗുഡ് ഫോർ എന്തായിരിക്കും, കോംപ്ലക്സ് ഫീച്ചേഴ്സ് ആകുമ്പോൾ നമുക്ക് ഇത്തരം ബ്ലോക്കൊക്കെ ആയിരിക്കും ബെറ്റർ. Then events can carry data. Events can carry data. Then events can be transformed. Eventsനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. ആൻഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബ്ലോക്കിൽ പോസിബിൾ ആണ്. വിൽ കം ടു ദിസ് ഡീറ്റെയിൽ. ആൻഡ് കുറച്ചുകൂടി നമ്മൾ ഗ്രാജുവലി ഒന്ന് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് വരും. അപ്പോൾ ഇതാണ് ബേസിക്കലി നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് ചെയ്യേണ്ട കാര്യം. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത ജസ്റ്റ് ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ ഉള്ള പ്രോജക്റ്റ് നമുക്കൊന്ന് എടുക്കാം. അപ്പോൾ ബേസിക്കലി ഒന്ന് റാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലട്ടർ ബ്ലോക്ക് എന്നുള്ള പാക്കേജ് നമുക്ക് ക്യൂബിറ്റ് എന്നുള്ള ഓപ്ഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒബ്വിയസ്ലി നമുക്ക് ബ്ലോക്ക് എന്ന് പറയുന്ന ഓപ്ഷനും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് ഓപ്പൺ ദാറ്റ് പ്രൊജക്റ്റ്. ഓക്കെ. ദെൻ ഇനീഷ്യലി നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ എൻവിറോൺമെൻറ്റ് സെറ്റ് ചെയ്യണം. ലൈക്ക് നമുക്ക് കുറച്ച് പാക്കേജസ് ആവശ്യമുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പറയുന്ന കാര്യത്തിന് ആവശ്യമുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കഴിഞ്ഞ ദിവസം എഴുതിയ കോഡ് ഇതാണ്. ദെൻ ഇവിടെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ആൻഡ് ലെറ്റ്സ് ഗോ ടു ദ PubSpec YAML ഫയൽ ആൻഡ് കം ഹിയർ. PubSpecൽ പോയിട്ട്, ഓർ യു ക്യാൻ യൂസ് എ ടെർമിനൽ വഴി നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. flutter pub add, what is a package name, and it is actually flutter underscore block. Okay, then we need equatable. Okay, and I'll tell you what are these things. Equatable. Okay, and spelling is equatable. Okay, let's add that. ഓക്കെ. ആൻഡ് അതല്ലെങ്കിൽ മാനുവലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിപ്പെൻഡൻസിയുടെ അണ്ടറിൽ വന്ന് നമുക്ക് ഈ പാക്കേജസ് എന്ത് ചെയ്യാൻ പറ്റും. ദീസ് ആർ ആക്ച്വലി പ്രൊഡക്ഷൻ ഡിപ്പെൻഡൻസീസ് ആണ്, നോട്ട് അണ്ടർ ഡെവ് ഡിപ്പെൻഡൻസീസ്. ഓക്കെ. ദെൻ അതിനുശേഷം എന്ത് ചെയ്യുക, പബ്ഗെറ്റ് ചെയ്യുക. ആൻഡ് ഇറ്റ് ഈസ്, ഐ തിങ്ക് ഇറ്റ് ഈസ് ഓൾറെഡി ആഡഡ്. ഓക്കെ, സോ ഗോ ആൻഡ് പബ്ഗെറ്റ് ദിസ് തിങ്. ഓക്കെ. ആൻഡ് ഇതാണ് നമ്മളുടെ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. യു ക്യാൻ ക്ലോസ് ദിസ് ഫയൽ. ഇനി നമുക്ക് ജസ്റ്റ് നമ്മളിപ്പോൾ ആഡ് ചെയ്ത ഡിപ്പെൻഡൻസികളെ നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, അതായത് എസ്പെഷ്യലി നമ്മളെ ഫ്ലട്ടർ ബ്ലോക്ക് പാക്കേജിനെ ജസ്റ്റ് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. എന്തൊക്കെയായിരിക്കും ഈ ഫ്ലട്ടർ ബ്ലോക്ക് പാക്കേജ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഫോർ ദാറ്റ് ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് എ ഫയൽ ഹിയർ, ജസ്റ്റ് എ സിമ്പിൾ ഫയൽ. ആൻഡ് block.txt ഒരു ടെക്സ്റ്റ് ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ആൻഡ് ഇത് ജസ്റ്റ് ഞാൻ എഴുതാൻ ഉള്ള സൗകര്യത്തിന് ക്രിയേറ്റ് ചെയ്തതാണ്. ആൻഡ് ദീസ് ആർ ദ തിങ്സ് ആക്ച്വലി കംസ് അണ്ടർ യുവർ ബ്ലോക്ക് പാക്കേജ്. ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് യു ക്യൂബിറ്റ്, ആൻഡ് ഇറ്റ്സ് എ ബേസ് ക്ലാസ് ഫോർ ക്യൂബിറ്റ്. Then it provides you block, and this is a base class for block. Then you have the block provider, and it provides block or qubit to the widget tree, and this is an inherited widget.
ആൻഡ് അപ്പോൾ ഈ ഇൻഹെറിറ്റഡ് വിഡ്ജറ്റ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ത്രൂ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, വിഡ്ജറ്റ് ട്രീയിലേക്ക് നമ്മൾ ഈ സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നത്, ഈ ബ്ലോക്കിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, പാസ് ചെയ്യുന്നത്. ദെൻ മൾട്ടി ബ്ലോക്ക് പ്രൊവൈഡർ ഉണ്ട്. ദെൻ ബ്ലോക്ക് ബിൽഡർ. മൾട്ടി ബ്ലോക്ക് പ്രൊവൈഡർ മീൻസ് പ്രൊവൈഡ് മൾട്ടിപ്പിൾ ബ്ലോക്ക്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പാസ് ചെയ്യാൻ പറ്റും ആസ് എ ലിസ്റ്റ്. ദെൻ ബ്ലോക്ക് ബിൽഡർ ഈസ് ദ ആൻഡ് ഇറ്റ് റീബിൽഡ്സ് യു ഐ വെൻ സ്റ്റേറ്റ് ചേഞ്ചസ്. ബ്ലോക്ക് ബിൽഡർ എന്ത് ചെയ്യും, നമ്മൾ യു ഐ റീബിൽഡ് ചെയ്യും എപ്പോഴാണോ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നത്. ആൻഡ് ദെൻ ദർ ഈസ് ബ്ലോക്ക് ലിസണർ. ഇറ്റ് ലിസൺസ് ഫോർ സ്റ്റേറ്റ് ചേഞ്ചസ്. ആൻഡ് ബ്ലോക്ക് കൺസ്യൂമർ ഈസ് ദ കമ്പൈൻസ് ബിൽഡർ പ്ലസ് ലിസണർ ആണ് എന്ത്, കൺസ്യൂമർ എന്ന് പറയുന്നത്. ആൻഡ് ഇതും കൂടി കമ്പൈൻ ചെയ്താണ് എന്ത്, ബ്ലോക്ക് കൺസ്യൂമർ എന്ന് പറയുന്നത്. ദെൻ ദർ ഈസ് ബ്ലോക്ക് സെലക്ടർ. That means it rebuilds only when selected state changes. Then you have context.read and get block without listening. Then context.watch is there, and that means get block and listen to the changes. Then context.select is there, listen to specific part of the state. And these are the different things block actually provides. ഈ ബ്ലോക്ക് എന്നുള്ള പാക്കേജ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മളിതിൽ ഇനീഷ്യലി നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ക്യൂബിറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ക്യൂബിറ്റിനെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളുടെ കഴിഞ്ഞ ദിവസം എഴുതിയ കൗണ്ടർ ആപ്പ് ഉണ്ട്. അപ്പോൾ ആ കൗണ്ടർ ആപ്പിനെ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ് എന്തൊക്കെ ആയിരിക്കും അതിലുണ്ടായിരിക്കുക, നമുക്ക് എന്തൊക്കെ വേണം, നമുക്ക് എന്ത് വേണം, നമുക്കൊരു ഫയൽ, ഒരു ക്ലാസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ആ ക്ലാസ്സിനകത്തായിരിക്കും എന്തുണ്ടായിരിക്കുക, ലെറ്റ്സ് ഡൂ സം pictorial representations like this. Okay, and this is the class actually. And ഇവിടെ ആയിരിക്കും എന്ത്, എ ക്യൂബിറ്റ് ക്ലാസ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് നമ്മൾ ഒരു ക്യൂബിറ്റ് ക്ലാസ് എന്ന് പറയുന്നത് എ ക്ലാസ് ദാറ്റ് ഹോൾഡ്സ് എ സ്റ്റേറ്റ്, എനി ടൈപ്പ്, ഇൻറ്റീജർ, സ്ട്രിങ്, വാട്ട് എവർ ഇറ്റ് ഈസ്, എനി ഒബ്ജക്റ്റ്, ദെൻ ഹാസ് മെത്തേഡ്സ് ടു ചേഞ്ച് ദ സ്റ്റേറ്റ്. ഞാൻ ഓൾറെഡി പറഞ്ഞു ക്യൂബിറ്റിനകത്ത് നമ്മൾ ഈവൻസ് അല്ല മെത്തേഡ്സ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്തരം മെത്തേഡ്സ് ഒക്കെ എവിടെയായിരിക്കും ഉണ്ടാവുക, ഈ ക്യൂബിറ്റ് ക്ലാസ്സിലായിരിക്കും ഉണ്ടാവുക. ദെൻ അവിടെ നിന്നായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇറ്റ് എമിറ്റ്സ് ന്യൂ സ്റ്റേറ്റ് വെൻ ദേ ചേഞ്ച്. അതായത് സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ ഈ ക്യൂബിറ്റ് ക്ലാസ്സിനകത്ത് നിന്നാണ് ചേഞ്ച് എന്ത് ചെയ്യുന്നത്, എമിറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് നോട്ടിഫൈസ് ദ ലിസണേഴ്സ് ഓട്ടോമാറ്റിക്കലി. അതായത് ആരാണോ ഈ ക്യൂബിറ്റിനെ കൺസ്യൂം ചെയ്യുന്നത്, ആൻഡ് ലൈക്ക് ദിസ്, ആരാണോ ഈ ഐദർ എ ബ്ലോക്ക് ബിൽഡർ, അതല്ലെങ്കിൽ ബ്ലോക്ക് ലിസണറോ ബ്ലോക്ക് കൺസ്യൂമറോ, ആരാണോ ആ പറയുന്ന സ്റ്റേറ്റിനെ കൺസ്യൂം ചെയ്യുന്നത്, ആൻഡ് ഇറ്റ് നോട്ടിഫൈസ് ദാറ്റ് ലിസണേഴ്സ്. ഓക്കെ, ദെൻ ഇതായിരിക്കും നമ്മളുടെ ക്യൂബിറ്റ് ക്ലാസ്, കൗണ്ടർ ക്യൂബിറ്റ് ക്ലാസ്സിനകത്ത് ഉണ്ടാവാൻ പോകുന്ന മെത്തേഡ്സ്. ആൻഡ് ബേസിക്കലി നമ്മൾ ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റ് രണ്ട് കാര്യങ്ങളെ എഴുതിയിട്ടുള്ളൂ. ഒബ്വിയസ്ലി യു ഹാവ് ദ ഇനീഷ്യൽ സ്റ്റേറ്റ്, then there are methods for updating that state, and you can see emit method is here. Then decrement naathu enduണ്ടായിരിക്കും, you have again emit and state is decrementing, and this emit will automatically notify the listeners they are consuming that state. ഓക്കെ, ഇതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഹാപ്പൻ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മുടെ എക്സാമ്പിളിലേക്ക് വന്നാൽ ഞാൻ പറഞ്ഞു നമുക്ക് എന്ത് വേണം, വി നീഡ് ടു ക്രിയേറ്റ് എ ക്യൂബിറ്റ് ക്ലാസ്. സോ ലെറ്റ് മീ ക്രിയേറ്റ് എ ന്യൂ ഫയൽ. And we are actually calling this as counter underscore qubit. Okay, then and നമ്മൾ പറഞ്ഞു ഇതൊരു ക്ലാസ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വേണം, നമ്മൾ എന്തായിരിക്കും, this is just a class, not a UI part. So because we are isolating the logic from the UI, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, class counter qubit that extends from your qubit. Okay, qubit, and what is the type it is emitting? The integer is the type, integer value ആണ് എന്ത് ചെയ്യുന്നത്, സ്റ്റേറ്റ് ആണ് ഇത് എമിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒബ്വിയസ്ലി ഇതിനൊരു പാക്കേജ് വേണം. ക്യൂബിറ്റ് വരുന്നത് എവിടെ നിന്നായിരിക്കും, ആൻഡ് വാട്ട് ഹാപ്പൻഡ്, ഓക്കെ, ആൻഡ് ID എന്തോ ക്രാഷ് ആയതാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഞാനൊരു ക്ലാസ് ഇവിടെ എഴുതി. ആൻഡ് ക്ലാസ്സിനകത്ത് നമുക്ക് ഞാൻ ജസ്റ്റ് ഒരു ക്ലാസ് എഴുതി, കൗണ്ടർ ക്യൂബിറ്റ് ദാറ്റ് എക്സ്റ്റെൻഡ്സ് ക്യൂബിറ്റ്. ആൻഡ് എറർ ഈസ് ആക്ച്വലി എന്തായിരിക്കും ഇവിടുത്തെ എറർ എന്ന് പറയുന്നത്, ഇവിടെ എന്തായിരിക്കും ഇവിടുത്തെ എറർ ഈസ് ആക്ച്വലി, ആൻഡ് ഇവിടെ എന്തായിരിക്കും, ഇവിടെ കണ്ടില്ലേ, ഇവിടെ കൊണ്ടുപോയി മൗസ് പോയി, ഇത് സൂപ്പർ ക്ലാസ് ഡസൻ ഹാവ് 0 ആർഗ്യുമെൻറ്റ് കൺസ്ട്രക്ടർ എന്ന് എഴുതിയിട്ടുണ്ട്. സോ യു ഹാവ് ടു റൈറ്റ് ദ കൺസ്ട്രക്ടർ ഹിയർ. ഓക്കെ, ആൻഡ് യു ക്യാൻ ഹാവ് കൗണ്ടർ ക്യൂബിറ്റ് colon, then you have to call the super, that means ഇതാണ് കോൾ ചെയ്യുന്നത് സൂപ്പർ ക്ലാസ്.
then the initial value is actually 0, then put a semicolon, then now the errors are vanished. Then ഇനി നമുക്ക് എന്ത് വേണം, ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, we are actually going to write methods that change the state, and we are going to write the method that is actually changes the state. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് മെത്തേഡ്സ് ഉണ്ടായിരിക്കും. ഏതൊക്കെയായിരിക്കും വേണ്ടി വരുന്നത്, നമുക്ക് എന്ത് വേണം, ഒന്ന് ഇൻക്രിമെൻറ്റ് വേണം, ഡിക്രിമെൻറ്റ് വേണം, ആൻഡ് ഇനി നമുക്ക് വേണമെങ്കിൽ റീസെറ്റ് ആവാം, ദെൻ അതല്ലെങ്കിൽ സെറ്റ് ടു എ സ്പെസിഫിക് വാല്യൂ വേണമെങ്കിൽ എഴുതാം, എന്തൊക്കെ വേണമെങ്കിലോ അതൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായിരിക്കും നമ്മളിവിടെ എഴുതാൻ പോകുന്നത്, അതായത് നമുക്കിവിടെ എന്തായിരിക്കും എഴുതേണ്ടി വരിക, ആൻഡ് വി നീഡ് എ മെത്തേഡ് ദാറ്റ് ഈസ് ആക്ച്വലി വോയിഡ് increment, okay, and this is going to emit, it's actually emit, എന്തായിരിക്കും emit ചെയ്യുക, it is actually going to emit the state. So I'm going to call the state, and state എന്ന് പറയുന്നത്, ആൻഡ് ഇതായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇനീഷ്യലി ഈ ക്യൂബിറ്റിൻ്റെ സ്റ്റേറ്റ് 0 ആണ്. ആ സ്റ്റേറ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാൻ സ്റ്റേറ്റ് എന്ത് ചെയ്തു, ഇൻക്രിമെൻറ്റ് ചെയ്തു. ദെൻ ഇതിന് ശേഷം അടുത്ത മെത്തേഡ് നമ്മൾ എഴുതണം. ഇതേപോലെ എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ എഴുതാം, ആൻഡ് ദാറ്റ് ഈസ് ആക്ച്വലി ഡിക്രിമെൻറ്റ്, ആൻഡ് ദ സ്റ്റേറ്റ് ഈസ് വി ആർ ആക്ച്വലി ഗോയിങ് ടു ഡിക്രിമെൻറ്റ് ദ സ്റ്റേറ്റ്. ദെൻ ഇനി നമുക്ക് റീസെറ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ റൈറ്റ് ദ റീസെറ്റ്. ഓക്കെ, ആൻഡ് യു ക്യാൻ റൈറ്റ് റീസെറ്റ്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും, സ്റ്റേറ്റിനെ നമ്മൾ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്, ആൻഡ് എമിറ്റ് 0, ദാറ്റ് മീൻസ് എമിറ്റ് സ്റ്റേറ്റ് എന്തായി മാറും, 0 ആയി മാറും. ഓക്കെ, ഇനിയും നിങ്ങൾക്ക് മെത്തേഡ്സ് എഴുതാം, വേറെ എന്തൊക്കെ ലോജിക്ക് നിങ്ങൾക്ക് ഇതിനകത്ത് എഴുതണോ അതൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഫോർമാറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ എമിറ്റ് എന്ന് പറയുന്ന, അതായത് ഇതിങ്ങനെ എഴുതിയാൽ അത് റോങ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ നേരത്തെ എഴുതിയ പോലെ യു ക്യാൻ കോൾ ദ സ്റ്റേറ്റ് +1 എന്ന് എഴുതി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കില്ല, ദിസ് ഡസ് നത്തിങ്, അതായത് ഒന്നും എന്ത് ചെയ്യില്ല, സംഭവിക്കില്ല. ബിക്കോസ് എന്തായിരിക്കും, ഇറ്റ് വോണ്ട് എമിറ്റ് എനിത്തിങ് ഫ്രം ദിസ് ക്യൂബിറ്റ്, ആൻഡ് എന്തെങ്കിലും എമിറ്റ് ചെയ്താലേ എന്ത് ചെയ്യുള്ളൂ, ഇത് വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന UI എന്ത് ചെയ്യുള്ളൂ, അത് കൺസ്യൂം ചെയ്യുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ എഴുതിയ ടെക്സ്റ്റ് ഫയലിൽ നമ്മൾ കണ്ട കാര്യം, അതായത് നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു യൂസ് ദ ബ്ലോക്ക് പ്രൊവൈഡർ ഓർ മൾട്ടി ബ്ലോക്ക് പ്രൊവൈഡർ ടു പാസ് ദിസ് ബ്ലോക്ക് ടു ദ വിഡ്ജറ്റ് ട്രീയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഇത് പാസ് ചെയ്യണം. അപ്പോൾ നമ്മൾ എവിടെ വരണം, നമ്മൾ മെയിൻ ഡോട്ട് ഡാട്ടിൽ വന്നു, ആൻഡ് മെയിൻ ഡോട്ട് ഡാട്ടിനകത്ത് നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, മെറ്റീരിയൽ ആപ്പ് എഴുതിയിട്ടുണ്ട്. യു ക്യാൻ റാപ്പ് ദിസ് വിത്ത് എ വിഡ്ജറ്റ് കോൾഡ്, ഇപ്പോൾ നമുക്ക് ഒരേ ഒരു ക്യൂബിറ്റ് മാത്രമേ ഉള്ളതുകൊണ്ട് ഐ ക്യാൻ കോൾ ബ്ലോക്ക് പ്രൊവൈഡർ. ഓക്കെ, ബ്ലോക്ക് പ്രൊവൈഡറിൻ്റെ ചൈൽഡ് ഇതാണ്. ദെൻ ഇനി നമ്മൾ എന്ത് ചെയ്യണം, ആൻഡ് യു ഹാവ് ടു ക്രിയേറ്റ്, എന്തായിരിക്കും ചെയ്യേണ്ടി വരിക, നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇതാണ്, കോണ്ടെക്സ്റ്റ്, ദെൻ കോണ്ടെക്സ്റ്റ് an arrow function, what is the block, no, qubit, നമ്മളുടെ qubit, it's actually counter qubit. ഓക്കെ, ആൻഡ് ഇതൊരു ഇൻഹെറിറ്റഡ് വിഡ്ജറ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും, ആൻഡ് മെറ്റീരിയൽ ആപ്പ് ഓൾസോ ഇൻഹെറിറ്റഡ് വിഡ്ജറ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യുകയാണ്, ആൻഡ് ത്രൂ ഔട്ട് ദ ട്രീയിലേക്ക് എന്ത് ചെയ്യുകയാണ്, നമ്മൾ ഈ ക്യൂബിറ്റിനെ പാസ് ചെയ്തു. ഇനി നമ്മളുടെ എന്തായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടായിരിക്കും, അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ ചെയ്തു, ആൻഡ് ക്രിയേറ്റ്സ് എ ക്യൂബിറ്റ് എന്ത് ചെയ്യും, ആൻഡ് ഇനി നമ്മൾ എന്ത് ചെയ്തു, എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക, അപ്പോൾ നമ്മൾ മെറ്റീരിയൽ ആപ്പിലേക്ക് പാസ് ചെയ്തു. ഇനി കൗണ്ടർ പേജിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൗണ്ടർ പേജിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവരെ നമ്മൾ കൺസ്യൂം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ UI നോക്കിക്കഴിഞ്ഞാൽ, ആൻഡ് ബേസിക്കലി ലെറ്റ് മീ റിമൂവ് എവറിത്തിങ്, ആൻഡ് ഇവിടെ ഞാൻ എന്ത് ചെയ്യുകയാണ്, ആദ്യം പോലെ എഴുതുകയാണ് ഇമ്പോർട്ട് മെറ്റീരിയൽ. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ആക്ച്വലി എ stateless widget. Okay, and this is called counter page, and this is going to give return a scaffold. Okay, ini namukku, and if you want an app bar, you can have an app bar here. Okay, because namukku reset button നമുക്ക് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അവിടെ കൊടുക്കാം, അതിൽ താഴെ എവിടെയെങ്കിലും വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, ആൻഡ് യു ക്യാൻ ഹാവ് എ ടൈറ്റിൽ ഹിയർ, ടെക്സ്റ്റ്, ആൻഡ് ദിസ് ഈസ് counter
ക്യൂബിറ്റ്. ഓക്കെ, ദെൻ ദ ബോഡി പാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ബോഡിയിൽ നമുക്ക് ഐ നീഡ് എ സെൻറ്റർ വിഡ്ജറ്റ്, ദ ചൈൽഡ് ഷുഡ് ബി എ കോളം വിഡ്ജറ്റ് ആൻഡ് ചിൽഡ്രൻ. ഓക്കെ, ആൻഡ് ഇനി നമുക്ക് നേരത്തെ നമ്മൾ പഠിച്ചത് ഓർമ്മ ഉണ്ടല്ലോ, നേരത്തെ നമ്മൾ പറഞ്ഞത് എന്തായിരിക്കും, നമുക്കിവിടെ എന്ത് വേണം, ഐ വാണ്ട് ടു ഹാവ് എ ടെക്സ്റ്റ്. ആ യു ഐ നമുക്ക് മനസ്സിലുണ്ടായിരിക്കും. അതായത് ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ഇവിടെ പ്രിൻറ്റ് ചെയ്ത് കാണിച്ചിരുന്നു, ദ കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രിൻറ്റ് ചെയ്ത് കാണിച്ചിരുന്നു. ദെൻ അതിൻ്റെ താഴെ ഇനിയാണ് നമ്മൾ എഴുതുന്നത്. ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് നമുക്കിവിടെ നോർമലി ഐ വാണ്ട് എ ടെക്സ്റ്റ് ദാറ്റ് ഷോസ് ദ കൗണ്ട് വാല്യൂ. അതായത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് കൗണ്ട് വാല്യൂ കാണിക്കണം. 1 2 whatever നമ്മൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണോ സംഭവിക്കേണ്ടത് ആ വാല്യൂ കാണിക്കണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ താഴെ നമുക്കൊരു ബട്ടൺ ഉണ്ടായിരുന്നു. അതായത് നമുക്ക് കുറേയേറെ ബട്ടൺസ്, ലെറ്റ്സ് റൈറ്റ് എ റോ ഹിയർ, റോ ചിൽഡ്രൻ. ഓക്കെ, ഐ ഹാവ് എ ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ ആൻഡ് അതിൻ്റെ ഓൺ പ്രസ്സിനകത്ത് ഇവിടെ ആയിരുന്നു നമ്മൾ എന്ത് ചെയ്തിരുന്നത്, നമ്മൾ ലോജിക് എഴുതിയിരുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് ഒരെണ്ണം ഞാൻ എഴുതാം, ചൈൽഡ് ഷുഡ് ബി ഐക്കൺസ് ഡോട്ട് മേ ബി ആഡ്. ഓക്കെ, അതായത് ഇതായിരുന്നു നമ്മളുടെ യു ഐ. അപ്പോൾ നമുക്ക് ആക്ച്വലി വേണ്ടത് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു ഇൻക്രിമെൻറ്റ് ഈവൻറ്റിനെ കോൾ ചെയ്തിരുന്നു, അല്ലെങ്കിൽ ഇൻക്രിമെൻറ്റ് ഫംഗ്ഷൻ മെത്തേഡിനെ കോൾ ചെയ്തിരുന്നു. അത് നമ്മൾ ഇവിടെ തന്നെയായിരുന്നു പണ്ട് എഴുതിയിരുന്നത്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്തു. ദർ ഈസ് നോ ലോജിക് ഹിയർ. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ക്യൂബിറ്റ് ആയിരിക്കും അപ്പോൾ ട്രിഗർ ചെയ്ത്. അപ്പോൾ നമ്മൾ എന്തായിരിക്കും ഇവിടെ ചെയ്യുക, നമുക്ക് ഇവിടെ വേണ്ടത്, നമുക്ക് ആ ക്യൂബിറ്റിനെ ഇവിടെ ആക്സസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഓൺ പ്രസ്സിനകത്ത് ഞാൻ ആരെ കോൾ ചെയ്തു, ഐ എം ഗോയിങ് ടു കോൾ ദ കോൺടെക്സ്റ്റ് ഡോട്ട് റീഡ്, ദിസ് വൺ context dot read. ഓക്കെ, ദെൻ ഇതിനെയാണ് നമ്മൾ കോൾ ചെയ്യാൻ പോകുന്നത്, context dot read. ദെൻ അവിടെ ടി എന്ന് എഴുതിയിരുന്നു. ആ ടി എന്ന് പറയുന്ന ജനറിക്സ് നമ്മൾ എഴുതിയിരുന്നു അവിടെ. അപ്പോൾ ഈ ടി എന്ന് പറയുന്നത് വാട്ട് ഈസ് എ ടൈപ്പ് എന്നുള്ളതാണ്, ഏത് ക്യൂബിറ്റിനെയാണ് നമുക്ക് റീഡ് ചെയ്യേണ്ടത്. സോ ദ ക്യൂബിറ്റ് ഈസ് ആക്ച്വലി യുവർ കൗണ്ടർ ക്യൂബിറ്റ്. ഓക്കെ, ദെൻ ഡോട്ട് അതിലെ എന്ത് ചെയ്യണം, അതിലെ ഇൻക്രിമെൻറ്റ് മെത്തേഡിനെയാണ് എന്ത് ചെയ്യേണ്ടത്, and counter qubit you have to put something like this, counter qubit dot increment. ഇതാണ് നമ്മൾ കോൾ ചെയ്തത്. ഇത് കോൾ ചെയ്യുമ്പോൾ യു ആർ ആക്ച്വലി കോളിംഗ് ദ മെത്തേഡ്, ക്യൂബിറ്റിലെ ഈ മെത്തേഡാണ് കോൾ ചെയ്തത്. ഈ മെത്തേഡ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനീഷ്യലി കൗണ്ടർ വാല്യൂ 0 ആയിരുന്നു. നൗ ഇറ്റ് ഈസ് എമിറ്റിംഗ് എ സ്റ്റേറ്റ്. ഇത് എന്ത് ചെയ്തു, ഒന്ന് കൂട്ടിയിട്ട് എന്ത് ചെയ്തു, ആ സ്റ്റേറ്റ് എമിറ്റ് ചെയ്തു. ഐ വാണ്ട് ടു ഷോ ദാറ്റ് ന്യൂ സ്റ്റേറ്റ് ഹിയർ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമ്മൾ കാണിക്കേണ്ടത് എന്തായിരിക്കും, ആ സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഇയാളാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഈ ക്യൂബിറ്റിൽ നിന്നും എമിറ്റ് ചെയ്യുന്ന ഈ വാല്യൂവിനെ കൺസ്യൂം ചെയ്യുന്ന ആളാരായിരിക്കും, ഈ പറയുന്ന വിഡ്ജറ്റാണ്. അപ്പോൾ നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം, വി നീഡ് ടു റാപ്പ് ദിസ് വിത്ത് ദ കൺസ്യൂമർ അല്ലെങ്കിൽ ഓർ ബ്ലോക്ക് ബിൽഡർ, വാട്ടെവർ ഏതാണോ നമുക്ക് യൂസ് ചെയ്യേണ്ടത് അതനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, ലെറ്റ്സ് ഗോ വിത്ത് ബ്ലോക്ക് ബിൽഡർ. ഓക്കെ, ആൻഡ് ബ്ലോക്ക് ബിൽഡർ. ആൻഡ് ഫ്ലട്ടറിൽ നമുക്കറിയാം ബിൽഡർ ഈസ് ഓൾവേസ് ഗോയിങ് ടു ബിൽഡ് സംതിങ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ബ്ലോക്ക് ബിൽഡർ എഴുതി. ഇനി ബ്ലോക്ക് ബിൽഡർ ആരെയാണ് ലിസൺ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്, നമുക്ക് വേണ്ടത് ആരെയാണ്, കൗണ്ടർ ക്യൂബിറ്റിനെയാണ്. കൗണ്ടർ ക്യൂബിറ്റ് അതിൽ നിന്നും വരുന്ന ഇൻറ്റീജർ വാല്യൂ ആണ്, അതാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് എന്ത് കിട്ടേണ്ടത്, ഐ വാണ്ട് ടു റിട്ടേൺ builder is going to give you something like this, context comma the state, and this is going to return this text. ഈ ടെക്സ്റ്റിനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ വിഡ്ജറ്റാണ് റിട്ടേൺ ചെയ്യുന്നത്. ആൻഡ് പുട്ട് എ സെമിക്കോളൻ. ദ വാല്യൂ ഈസ് ആക്ച്വലി എന്തായിരിക്കും, ഇറ്റ് ഈസ് ആക്ച്വലി ഡോളർ സ്റ്റേറ്റ്. ഓക്കെ, ഇതാണ് എന്ത് നമ്മളുടെ എന്ത് ബ്ലോക്ക് ബിൽഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്ലോക്ക് ബിൽഡർ എന്താ സംഭവിക്കുക, അതായത് ഞാൻ ഒന്നുകൂടി പറയാം, ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിനെ കോൾ ചെയ്തു, ഈ മെത്തേഡിനെ കോൾ ചെയ്തു. ഈ മെത്തേഡ് ഇത് ട്രിഗർ ചെയ്യും, ഈ ലോജിക്കിനെ അത് ട്രിഗർ ചെയ്ത് അത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ഗിവ് യു ദ ന്യൂ സ്റ്റേറ്റ് ആൻഡ് ദാറ്റ് സ്റ്റേറ്റ് ഈസ് കൺസ്യൂംഡ് ബൈ ദിസ് വിഡ്ജറ്റ്. അതുകൊണ്ട് നമ്മളതിനെ ബ്ലോക്ക് ബിൽഡർ വെച്ച് റാപ്പ് ചെയ്തു.
ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ബ്ലോക്ക് ബിൽഡർ വാച്ച് ചെയ്യേണ്ടത് ആരെയാണ്? കൗണ്ടർ ക്യൂബിറ്റിനെയാണ്. അതിൽ നിന്നും എമിറ്റ് ചെയ്യുന്ന ഇൻറ്റീജർ വാല്യൂവിനെയാണ് എന്ത് ചെയ്യേണ്ടത്? വാച്ച് ചെയ്യേണ്ടത്. ആ ഇൻറ്റീജർ വാല്യൂ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? വി ആർ ഗോയിങ് ടു ബിൽഡ് എ വിഡ്ജറ്റ്. ആ വിഡ്ജറ്റ് നമ്മൾ ബിൽഡ് ചെയ്തു. ഓക്കെ, ഇതാണ് നമ്മളുടെ നമ്മളുടെ ബേസിക്കലി നമ്മളുടെ UI എന്ന് പറയുന്നത്. ലെറ്റ്സ് ക്രിയേറ്റ് one more button here. Okay, and this is actually decrement. Okay, and this is, and what is a button? I think we have a remove button, remove, and there is one more button, and that is reset. So you can have like this, and this is your reset, and this is, I think we have reset. റീസെറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്, ആഡ് ഉണ്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ വിത്ത് ദിസ് തിങ്. ഓക്കെ, ഇതാണ് നമ്മളുടെ UI എന്ന് പറയുന്നത്. ആൻഡ് മെയിൻ ഡോട്ടിനകത്ത് നമ്മൾ കോൾ ചെയ്തേക്കുന്നത് കൗണ്ടർ ക്യൂബിറ്റ് മെറ്റീരിയൽ ആപ്പ്. ആൻഡ് ഇതല്ല നമുക്ക് വേണ്ടത്, ആരെയാണ് നമുക്ക് വേണ്ടത്? കൗണ്ടർ പേജിനെയാണ് കോൾ ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് ലെറ്റ് മീ റൺ ദിസ്. ഞാനിവിടെ വന്നിട്ട് ഗൂഗിൾ ക്രോമാണ് ഓപ്പൺ ചെയ്തത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? പ്രൊജക്റ്റ് റൺ ചെയ്തു. ഓക്കെ, ആൻഡ് അതിൻ്റെ എക്സ്പ്ലനേഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, എന്താണ് നമ്മൾ ചെയ്തതെന്നുള്ള കാര്യം. ഓക്കെ, ദെൻ റണ്ണായി വരട്ടെ. ഓക്കെ, നമ്മൾ പ്രൊജക്റ്റ് എന്ത് ചെയ്തു? നമ്മൾ ചെയ്ത കാര്യം ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. അതായത് നമ്മൾ പ്രൊജക്റ്റ് റണ്ണാവുന്നുണ്ട്. ആൻഡ് ലെറ്റ്സ് ചെക്ക് ദ UI. Okay, and we have some styling issues actually. And counter പേജിൽ വന്നിട്ട് നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? and there is a center, main axis alignment center. Okay, cross axis alignment center, and let's wrap this with a container. Height is actually infinity, width is actually infinity. Save this. Okay, and there is a row and main axis alignment center. Okay, and let's add some spacing is 10. Save this. Okay, and I think we need one more thing, sized box, height of 20. Okay, and this is the UI. Let's click here. ഓക്കെ, ഞാൻ ക്ലിക്ക് ചെയ്തു. നൗ ഇറ്റ് ഈസ് 1 2 3, ആൻഡ് ഇഫ് ഐ ക്ലിക്ക് ഹിയർ ദാറ്റ് ഈസ് 0 അഗെയിൻ, ആൻഡ് പ്ലസ് ഹിയർ. ഓക്കെ, നൗ ഇറ്റ് ഈസ് വർക്കിംഗ്. ആൻഡ് ടേക്ക് എ ലുക്ക് അറ്റ് ദ UI. ദർ ഈസ് നോ ലോജിക്, ആൻഡ് ദർ ഈസ് നോ ലോജിക് ഹിയർ. നമ്മൾ UIയിൽ എന്തില്ല, ഒരു കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല. ഈ ബട്ടൺ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനെ കോൾ ചെയ്യുന്നുണ്ട്. ബട്ട് ദിസ് ബട്ടൺ ഡസൻ നോ വാട്ട് ഈസ് ഹാപ്പനിങ് ബിഹൈൻഡ് ദ സീൻ. എന്താണ് ഇതിൻ്റെ പിന്നിൽ, എന്താണ് അല്ലെങ്കിൽ എന്ത് ലോജിക്കാണ് വർക്ക് ചെയ്തത് എന്നുള്ള കാര്യം എന്തില്ല, നമ്മളുടെ UIയിൽ എന്തില്ല, UIയിൽ അവൈലബിൾ അല്ല. അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് ചെയ്തത്? നമ്മൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്തു? നമ്മൾ സ്റ്റേറ്റിനെ മാനേജ് ചെയ്തു. ഇനി ലെറ്റ്സ് ക്രിയേറ്റ് എ ന്യൂ പേജ് ഹിയർ. ലെറ്റ് മീ കോപ്പി ദിസ് തിങ് ആൻഡ് ലെറ്റ് മീ ക്രിയേറ്റ് എ ന്യൂ പേജ്. ഓക്കെ, കൗണ്ടർ ന്യൂ. ഓക്കെ, ആൻഡ് ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്തു. ആൻഡ് ലെറ്റ് മീ റീനെയിം ദിസ് തിങ്, and this is counter page new. ഓക്കെ, അപ്പോൾ ഞാൻ ആ ക്ലാസ്സിൻ്റെ പേര് മാറ്റി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? കൗണ്ടർ പേജിൽ നിന്നും ഐ നീഡ് ടു നാവിഗേറ്റ് ടു ദിസ് ദാറ്റ് പേജ്. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് എന്ത് ചെയ്യാണ്? ലെറ്റ് മീ ഹാവ് ആൻ എലവേറ്റഡ് ബട്ടൺ ഹിയർ. ഓൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അപ്പുറത്തെ പേജിലേക്ക് എന്ത് ചെയ്യണം? അപ്പുറത്തെ പേജിലേക്ക് പോകണം. ഗോ. ഓക്കെ, ആൻഡ് യു ക്യാൻ കോൾ ദ navigator dot push. Okay, and it is material page route and context. Let's go to counter page new. Okay, and save this, and you have a go button here, and now the count value is 4. I'm going to go here, and you can see the count is still 4. And I just make this to 9, and if you go back, now it is 9. And let me decrease this thing and go here, and it is 6. Let me reset this thing, and it is 0. And if you go back, it is 0. Now your state is
പ്രോപ്പർലി മാനേജിങ് നമ്മൾ സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട് ത്രൂ ഔട്ട് ദ പേജ് എന്ത് ചെയ്യുന്നുണ്ട് ഡിഫറെൻറ്റ് സ്ക്രീൻ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ട്രീയിൽ ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന സ്റ്റേറ്റിനെ ആക്സസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഈ പേജിൽ നിന്ന് വേറെ പേജ് ചെയ്യുമ്പോൾ അത് പാസ് ചെയ്ത് കൊണ്ടുപോകണം, അല്ലെങ്കിൽ പ്രോപ്പ് ഡ്രില്ലിംഗ് പ്രോബ്ലം ഉണ്ടായിരുന്നു, ഡിഫറെൻറ്റ് ലെവലിലേക്ക് പാസ് ചെയ്ത് പോകുന്ന പ്രശ്നങ്ങൾ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഐസൊലേറ്റ് ചെയ്തു. ദാറ്റ് മീൻസ് അത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയത് എന്തുകൊണ്ടായിരിക്കും, നമ്മൾ ആ സ്റ്റേറ്റ് എന്ന് പറയുന്ന ആ എൻറ്റിറ്റിയെ നമ്മൾ എന്ത് ചെയ്തു, അല്ലെങ്കിൽ ലോജിക്കിനെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. ആൻഡ് ഇപ്പോൾ നമുക്കൊരു സെൻട്രലൈസ്ഡ് അല്ലെങ്കിൽ യൂണിഫൈഡ് സ്ഥലത്തു നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എവറിബഡി ഈസ് ആക്സസിങ് ദാറ്റ് വാല്യൂ. ആ സ്റ്റേറ്റ് ആക്സസ് ചെയ്യുന്നത് എവിടെ നിന്നാണ്, ആ യൂണിഫൈഡ് ലൊക്കേഷനിൽ നിന്നാണ്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ഈ പറയുന്ന സ്റ്റേറ്റ് നമുക്ക് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നത്, മാനേജ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്യൂബിറ്റ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്, സിംപിളി നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റേറ്റ് മാനേജ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ക്യൂബിറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അത് എവിടെ പാസ് ചെയ്യാം, മെയിൻ ഡോട്ടിൽ വന്നിട്ട് ആൻഡ് ബ്ലോക്ക് പ്രൊവൈഡറിന് പകരം യു ക്യാൻ ഹാവ് മൾട്ടി ബ്ലോക്ക് പ്രൊവൈഡർ. അങ്ങനെ വരുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത്, അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും, ഒരു ലിസ്റ്റായിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരിക. ലെറ്റ്സ് ഡു ഫ്രം ദ ബിഗിനിങ് ആക്ച്വലി. ഓക്കെ, ആൻഡ് ലെറ്റ് മീ റിമൂവ് ദിസ് തിങ്. ഇതൊന്ന് റിമൂവ് ചെയ്തു. ഓക്കെ, ദെൻ അഗെയിൻ ഞാൻ ഇതിനെ റാപ്പ് ചെയ്യുന്നുണ്ട്. റാപ്പ് ദിസ് വിത്ത് എ വിഡ്ജറ്റ് മൾട്ടി ബ്ലോക്ക് പ്രൊവൈഡർ. ഓക്കെ, okay, and you have to pass providers as a list, then context counter, I think. Wait a second. You have to call this block provider, then context, same context underscore ഇടാം. Okay, like this, counter qubit. Okay, then ഇനി വേറെ ക്യൂബിറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, എഗെയിൻ യു ഹാവ് ടു റൈറ്റ് സംതിങ് ലൈക്ക് ദിസ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മൾട്ടി. ഇപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്താലും ഇത് വർക്ക് ചെയ്യും, അതായത് ഒരേ ഒരു ക്യൂബിറ്റേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഞാൻ ആഡ് ചെയ്ത് മൾട്ടി ബ്ലോക്ക് പ്രൊവൈഡറാണ്, എന്നാലും എന്ത് ചെയ്യും, നമ്മളുടെ ഇപ്പോൾ നമ്മൾ എഴുതിയ ലോജിക്ക് എന്ത് ചെയ്യും, ഇറ്റ് വിൽ വർക്ക്. ഓക്കെ, ലൈക്ക് ദിസ്, ഗോ ആൻഡ് ഇൻക്രിമെൻറ്റ് ദിസ് തിങ്, ഗോ ബാക്ക്, ദെൻ യു ഹാവ് ദ സെയിം കൗണ്ട് വാല്യൂ. അപ്പോൾ ഇതാണ് എന്ത്, ബേസിക്കലി എങ്ങനെയാണ് ക്യൂബിറ്റ് ഉപയോഗിച്ച് നമ്മൾ വർക്ക് ചെയ്യുക എന്നുള്ളത്. ഓക്കെ,